ഹലോ ചങ്ങായിമാരെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ വളവട്ടണം പാലത്തിൻ്റെ ബ്ലോക്ക് മാറിയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ബ്ലോക്ക് മാറിയെന്നല്ലേ പറയുന്നുള്ളൂ, എങ്ങനെ മാറിയെന്നുള്ള കാണിക്കുന്നില്ല എന്ന് കുറേ ആളൊരു കമൻസ് കണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത്. എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് കണ്ണൂർ സുൽത്താൻ, അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് യൂട്യൂബിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതെങ്ങനെ ബ്ലോക്ക് മാറിയെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ പണ്ടേ പറയുന്ന വെറുതെ കാക്കത്തൊള്ളായിരം വീഡിയോ ഇട്ട് നിറച്ചുകൊണ്ട് കാര്യമില്ല. ഇടുന്ന വീഡിയോ കണ്ടതിന് ആർക്കെങ്കിലും എന്ത് ഉപകാരത്തിന് എത്തണോ, അങ്ങനത്തെ വീഡിയോ കണ്ണൂർ സുൽത്താൻ ചെയ്യാറുള്ളൂ. നോക്കേ ഇതെങ്ങനെ ബ്ലോക്ക് മാറിയെന്ന് ഞാൻ കാണിച്ചു തരാം ചങ്ങായിമാരെ. അപ്പം നമ്മളങ്ങനെ വളവട്ടണം പാലത്തിൻ്റെ മേലെ എത്തി. ഇനി ഇതാ വണ്ടിയെല്ലാം പോകുന്നുണ്ടാ, ഞാൻ പറഞ്ഞ പോലെ പാല് പോലെ ഒഴുകിയിട്ടേ വന്നു, പാല് പോലെ കണ്ടാ. പാലത്തിൻ്റെ സെൻറ്ററിൽ എത്താനായി. ഞാനെങ്ങനെ ബ്ലോക്ക് മാറിയത് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം വരാൻ പറ്റില്ല, പണിത്തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാണ്ടെന്ന്. ഇന്ന് ബ്ലോക്കിൻ്റെ ഫുൾ വീഡിയോ എടുക്കാം. തണുപ്പൊടിച്ച സൈഡായിട്ട് വീട്ടിൽ കിടക്കുന്നതിനു അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ നിന്ന് നന്നാ ചടച്ചു, വീട്ടിൽ നിന്ന് പിന്നെയും കൂടുന്നേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഏതായാലും ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എല്ലാ ആൾക്കാരോട് പറഞ്ഞ് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേനു. അതുകൊണ്ടാണ് പിന്നെ മെനക്കെട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ, ഫുൾ ബ്ലോക്ക് എങ്ങനെ മാറിയ വീഡിയോ കാണിച്ചു തരാം. കണ്ണൂക്കാർ ആരും ഉണ്ടാവില്ല. നമ്മളെ വളവട്ടണം പാലത്തിൻ്റെ ബ്ലോക്ക് ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത കണ്ണൂക്കാർ ആരും ഉണ്ടാവില്ല. എന്തായാലും തളിപ്പറമ്പിലേക്ക് വാടികടിയെല്ലാം പോകുമ്പോൾ എന്തെങ്കിലും കല്യാശ്ശേരി കിച്ചേരിയെല്ലാം പോകുമ്പോൾ എന്തായാലും ഈ ബ്ലോക്കിൽ കൊടുക്കാത്ത കണ്ണൂക്കാർ കുറവായിരിക്കും. ഇപ്പം നോക്കിയാൽ നമ്മളെ ഒഴുകിപ്പോകുന്നത് ഇതാ. നമ്മളെങ്ങനെ ബ്ലോക്ക് മാറിയെന്നുള്ള സംഭവം എത്താനായി ഗായ്സ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ വളവട്ടണം പാലം കഴിഞ്ഞ് നേരെ കടന്നു വന്ന് പണ്ടെല്ലാം നമ്മൾ സ്ട്രെയിറ്റ് പോക്കഴിഞ്ഞു. സ്ട്രെയിറ്റ് പോകുന്ന കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു കണ്ട. എല്ലാവരും ലെഫ്റ്റിലേക്ക് നേരെ പാപ്പിശ്ശേരി അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാം. ഇനിയാണ് കളി കിടക്കുന്നത്. എങ്ങനെയാണ് മാറ്റം വന്നത്, ഈ ബ്ലോക്കിന് മാറ്റം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ആ റൂട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചലിക്കാം. സ്ട്രെയിറ്റ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ഇപ്പോൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകണ്ട, കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയിക്കോളാം എല്ലാവരും. കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ഇനി നേരെ തിരിഞ്ഞ് നേരെ പാപ്പിശ്ശേരി പോകുന്ന റൂട്ടിലേക്ക് പോകാൻ വേണേ. ഇനിയാണ് നമ്മളെ പുതിയ റൂട്ടിൻ്റെ കളി നടക്കുന്നത് ഗായ്സ്. നേരെ തിരിഞ്ഞ് ഇങ്ങനെ പാപ്പിശ്ശേരി വരുമ്പോൾ ഇതാ റൈറ്റ് പോകുന്ന ആൾ പാപ്പിശ്ശേരി. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യുക. റൈറ്റ് കട്ട് ചെയ്തിട്ട് വേറെ പോകുന്ന റൂട്ടുണ്ട്, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സ്ട്രൈറ്റ് പോയ പാപ്പിശ്ശേരി, റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അത് കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് കല്യാശ്ശേരി കിച്ചേരിയെല്ലാം പിടിക്കുന്ന റൂട്ടാന്ന് നടത്തി ഞാൻ കാണിച്ചു തരാം. പാപ്പിശ്ശേരി പോകേണ്ട ആൾക്കാർ സ്ട്രൈറ്റ് പോയി. ഓക്കെ, അല്ലാത്ത ആൾക്കാർക്ക് റൈറ്റ് തിരിഞ്ഞത് ഇങ്ങനെ പോവാം. റൈറ്റ് തിരിഞ്ഞത് ഈ വഴി അങ്ങനെ അങ്ങ് പോവാം. പാപ്പിശ്ശേരിയിൽ നിന്ന് വരുന്ന വണ്ടിയും ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് ഇങ്ങനെ പോവാം. പാപ്പിശ്ശേരിയിൽ നിന്ന് വരുന്ന വണ്ടി റൈറ്റ് തിരിഞ്ഞിട്ട് പോവാം. കണ്ണൂരിൽ നിന്ന് വരുന്ന വണ്ടിയും പാപ്പിശ്ശേരി പോകണമെങ്കിൽ സ്ട്രൈറ്റ് പോവാം, അല്ലെങ്കിൽ റൈറ്റ് തിരിഞ്ഞിട്ട് ഇങ്ങനെ വരിക. ഓക്കെ, നേരെ മെയിൻ റോഡ് പിടിക്കുന്ന റൂട്ടാണ്. ഇവിടുന്ന് കിലോമീറ്റർ കൂടുതലാണോ കുറവാണോ എന്താണെന്ന് കിലോമീറ്റർ നടക്കുന്നറിയില്ല. എന്തായാലും നമ്മൾ സക്സസ് ആയ സംഭവമാണ്. ഇടുക്കാച്ച് പരിപാടിയാണ് പോണേ. എന്തായാലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആയിരം നന്ദി. കണ്ണൂർ സുൽത്താൻ്റെ ആയിരം നന്ദി. എന്തായാലും പൊളി വൈബായി പോണേ. വൈബല്ല, പൊളി സംഭവമായി. പാല് പോലെ വണ്ടിയെല്ലാം പോകണ്ട. ഈ റൂട്ട് കയറി ഇപ്പം നേരെ മെയിൻ റോഡ് കയറുന്നുണ്ട്. അതാണ് അടുത്ത കളി. അപ്പോൾ അവിടെ നിന്ന് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ചുങ്കൻ ടൗൺ എത്തും. ചുങ്കൻ ടൗൺ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാപ്പിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തും. ഇതിപ്പോൾ ചുങ്കൻ ടൗൺ. ഓക്കെ, ഇവിടുന്ന് സ്ട്രൈറ്റ് പോകണേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മളെ പാപ്പിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇത് ചുങ്കൻ ടൗൺ എത്തി. ഇവിടുന്ന് സ്ട്രൈറ്റ് പോവാം. അവിടുന്ന് സ്ട്രൈറ്റ് വന്നില്ല, നമ്മളെ മെയിൻ റോഡ് എത്തി. ഇനിയിപ്പോൾ കല്യാശ്ശേരി കീച്ചേരി അങ്ങോട്ടെല്ലാം പോകുന്നതൊക്കെ തളിപ്പുറം പോകുന്നതൊക്കെ സ്ട്രൈറ്റ് അതിലേ പോവാം. അല്ലാത്ത ആൾക്കാർ പിന്നെയും ഇവിടുന്ന് നേരെ തിരിയുക. നേരം പിന്നെയും വളവട്ടണം പാലത്തിന് അങ്ങോട്ടേക്ക് കണ്ട. നേരെ സ്ട്രൈറ്റ് പോയ വളവട്ടണം പാലം. സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പ് മറ്റെല്ലാം അങ്ങോട്ട് പോകുന്നത്. എന്തായാലും സംഭവം കിടക്കാച്ചായി. ഇനി വളവട്ടണം പാലം വരെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ വളവട്ടണം പാലം. കൺഫ്യൂഷനൊന്നും വേണ്ട. ഇവിടെ ഒരു ബോർഡെല്ലാം കണ്ട. കണ്ണൂരേക്ക് നേരെ റൈറ്റ് യൂ ടേൺ അടിച്ചിട്ട് പോവുക. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പ് കണ്ട. റൈറ്റ് യൂ ടേൺ അടിച്ച് നേരെ കണ്ണൂരേക്ക്. അപ്പം അങ്ങനെ സ്ട്രൈറ്റ് വന്നാലും സ്ട്രൈറ്റ് അങ്ങ് പോകും. തളിപ്പറമ്പ് നേരില്ലല്ലോ. പിന്നെ അങ്ങനെ കറങ്ങി നമ്മൾ സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ കമ്പനി
പിന്നെ പയങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് റൈറ്റ് തിരിയുകയും ചെയ്യാം. ഇവിടെയെല്ലാം ബോർഡുണ്ട്, കൺഫ്യൂഷനൊന്നുമില്ല. ഇവിടുന്ന് സ്ട്രൈറ്റ് വയ്ക്കാൻ നമ്മൾ ബ്ലോക്കായ സ്ഥലത്ത് എത്താനായി. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് പയങ്ങാടിയിലേക്ക് പോവുകയും ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ അങ്ങനെ നേരെ വന്ന് റൈറ്റ് തിരിഞ്ഞാക്ക് പയങ്ങാടിയിലേക്ക് പോവുക. സ്ട്രൈറ്റ് പോയിക്കാനെ പിന്നെയും കണ്ണൂരേക്ക് തന്നെ എത്തി. കണ്ടാ? ഓക്കെ, ഇപ്പം എന്തായാലും പരിപാടി എന്തായാലും സക്സസ് ആയി പോയി. എന്തായാലും കിഡിലാക്കി പരിപാടി. ചില ദിവസങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവും പോയി. ഇപ്പം എല്ലാ ദിവസവും ഞായറാഴ്ച ആവില്ലല്ലോ. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു ബ്ലോക്കെല്ലാം ഉണ്ടാവും. എന്നാലും പണ്ടത്തേനെക്കാട്ടി ഏറെക്കുറെ കിഡിലാക്കി. ഏറെക്കുറെ നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം തന്നെ, നല്ല മാറ്റം തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം ബ്ലോക്ക് അടിച്ച് ആരും ഇത് ഫോൾട്ടാണെന്ന് പറയാൻ നിൽക്കണ്ട. പരിപാടി എന്തായാലും കിഡിലാക്കി പോയി. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും എല്ലാവരും ആരെല്ലാം ഓർക്കെല്ലാം 1000 കണ്ണൂർ സുൽത്താൻ്റെ നന്ദി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ വീണ്ടും വളപട്ടണം പാലത്തിൻ്റെ മേലെ എത്തിവായി. അപ്പോൾ അങ്ങനെ വളപട്ടണം പാലത്തിൻ്റെ നടുക്കെത്തിവായി. അപ്പം ബ്ലോക്ക് മാറിയ വളപട്ടണം പാലത്തിൻ്റെ മേലിൽ നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.